അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 14-ാം തിരുവചനം. പ്രിയപ്പെട്ടവരെ, ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ. ലോക പ്രശസ്ത സുവിശേഷ പ്രഘോഷകനായ IMS ധ്യാനയന്ത്രത്തിൻ്റെ ഡയറക്ടർ പ്രശാന്ത് അച്ഛൻ കർത്താവിൽ നിദ്ര പ്രാപിച്ച വിവരം നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. കഴിഞ്ഞ 40 വർഷത്തിലധികമായി അച്ഛനിലൂടെ പരിശുദ്ധാത്മാവ് കൂടാനുകൂടി ആത്മാക്കളെ രക്ഷിക്കാൻ ഇടയാക്കി. അച്ഛനിലൂടെ ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. പ്രത്യേകം അച്ഛൻ്റെ ആത്മാവിന് നമുക്ക് പ്രത്യേകം നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രിയപ്പെട്ടവരുടെ വചനം പറയുകയാണ്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. എല്ലാവരും ക്രിസ്മസിൻ്റെ ദിവസത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണല്ലേ. ഈ ലോകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. സമാധാനം ഒരിടത്ത് നിന്നും കിട്ടുകയില്ല, ഒരിടത്ത് നിന്നും പൈസ കൊടുത്ത് വാങ്ങാനും കഴിയുകയില്ല അല്ലേ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, സമാധാനം അത് ദൈവം തരുന്നതാണ്. കോടീശ്വരന്മാരായ വ്യക്തികൾ, നിങ്ങൾക്കറിയോ, രാത്രിയിൽ അവർക്ക് എന്തില്ല? ഉറക്കമില്ല. നാളുകളായി ഉറങ്ങിയിട്ട്. അങ്ങനെ ഉള്ളവർ, ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നവരുണ്ട്, അങ്ങനെ ഉള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, വഴിയരികിൽ ആരും പോലുമില്ലാതെ, വീടില്ലാതെ ദരിദ്രരായവർ കിടന്നുറങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എത്ര മഴയാണെങ്കിലും ചൂടാണെങ്കിലും പുറത്ത് എത്ര വലിയ ശബ്ദ കോലാഹലങ്ങളുണ്ടെങ്കിലും അവർക്കൊരു പ്രശ്നമല്ല. അവർ കൂർക്കം വലിച്ചു കിടന്നുറങ്ങും. കാരണം എന്താണെന്നറിയോ? അവരുടെ കൂടെ കർത്താവുണ്ട്, അവരുടെ ഉള്ളിൽ സമാധാനമുണ്ട്. ഇന്ന് നമുക്ക് വലിയ വീടുണ്ട്, കൊട്ടാരം പോലെയുള്ള വീടുണ്ട്, സമ്പത്തുണ്ട്, അറിവുണ്ട്, വിവരമുണ്ട്, കൂടെ എല്ലാവരുണ്ട്. പക്ഷെ എന്തില്ല? രാത്രിയിൽ ഉറങ്ങാൻ കഴിയുന്നില്ല. കാരണം എന്താണെന്നറിയോ? സമാധാനമില്ല. ഈ ക്രിസ്മസ് നാളിൽ കർത്താവ് നിങ്ങളോട് പറയുകയാണ്, മറ്റുള്ളവരെ സ്നേഹിച്ചാൽ, അവരെ സഹായിച്ചാൽ, നല്ലത് ചെയ്താൽ ദൈവം നിങ്ങൾക്ക് സമാധാനമുള്ള ഒരു ഹൃദയം നൽകും. ഈ ദിവസങ്ങളിൽ സമാധാനത്തോടെ, ഉറക്കം നഷ്ടപ്പെട്ടു പോയ സഹോദര സഹോദരി, ഈ ദിവസങ്ങളിൽ സമാധാനമായി ഉറങ്ങാനുള്ള കൃപ കർത്താവ് നിനക്ക് തരും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:14, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഈ വചനത്തിൻ്റെ അഭിഷേകം നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ അനുഗ്രഹമായി മാറട്ടെ, അഭിഷേകമായി മാറട്ടെ. കർത്താവ് എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.